ചിമ്പുവിനെ നായകനാക്കി വെട്രിമാരൻ പ്രഖ്യാപിച്ച ആക്ഷൻ ത്രില്ലർ ചിത്രത്തിന്റെ പ്രൊമോ എത്തുന്നു. SDR 49 എന്ന താൽക്കാലികമായി പേര് നൽകിയിരിക്കുന്ന ചിത്രത്തിന്റെ പ്രൊമോ ഷൂട്ടിൽ നിന്നുള്ള ചിമ്പുവിന്റെ ചിത്രങ്ങൾ നേരത്തെ വൈറലായിരുന്നു. ചിമ്പുവിനെ നായകനാക്കി വെട്രിമാരൻ പ്രഖ്യാപിച്ച ആക്ഷൻ ത്രില്ലർ ചിത്രത്തിന് SDR 49 എന്നാണ് താൽക്കാലികമായി നൽകിയിരിക്കുന്ന പേര്. ചിത്രത്തിന്റെ പ്രൊമോ ഷൂട്ടിൽ നിന്നുള്ള ചിമ്പുവിന്റെ ചിത്രങ്ങൾ നേരത്തെ വൈറലായിരുന്നു. ചിത്രത്തിന് വേണ്ടി വമ്പൻ ട്രാൻസ്ഫോർമേഷൻ തന്നെ ചിമ്പു നടത്തിയെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ പ്രൊമോ വീഡിയോയെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് പുറത്തുവരുന്നത്. ഓഗസ്റ്റ് 14 പുറത്തിറങ്ങുന്ന രജനികാന്ത് ലോകേഷ് കനകരാജ് ചിത്രം കൂലിക്കൊപ്പം SDR 49ന്റെ പ്രൊമോ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല. നേരത്തെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളെ തുടർന്ന് സിനിമ ഉപേക്ഷിച്ചുവെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ആ വാർത്ത വ്യാജമാണെന്നും സിനിമയുടെ ചിത്രീകരണം സെപ്റ്റംബർ ആദ്യവാരമോ രണ്ടാം വാരമോ തുടങ്ങുമെന്നും വാർത്തകളെത്തിയിരുന്നു. ചിത്രത്തിന് വേണ്ടി ചിമ്പു 10 കിലോ വരെ ഭാരം കുറച്ചെന്നാണ് സൂചനകൾ. വെറും 10 ദിവസം കൊണ്ടാണ് നടൻ തന്റെ ശരീരഭാരം കുറച്ചത്. ചിത്രത്തിൽ നടന്റെ ചെറുപ്പകാലത്തെ ഭാഗങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഇതിനുവേണ്ടിയാണ് നടന്റെ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് വിവരം. അതോടൊപ്പം തന്നെ വടചെന്നൈയുടെ രണ്ടാം ഭാഗമാണ് പുറത്തിറങ്ങാൻ പോകുന്നതെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഇത് വടചെന്നൈയുടെ രണ്ടാം ഭാഗമല്ലെന്നും ചിത്രം വടചെന്നൈയുടെ യൂണിവേഴ്സിൽ തന്നെയാണ് നടക്കുന്നതെന്നും സിനിമയിലെ ചില കഥാപാത്രങ്ങളും പ്രമേയവും ഇതിലും ഉണ്ടാകുമെന്നും വെട്രിമാരൻ പറഞ്ഞിരുന്നു. അതേസമയം വടചെന്നൈയിൽ സംവിധായകൻ അമീർ അവതരിപ്പിച്ച ജയൻ എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. സ്ക്രീൻ ടൈം ചെറുതായിരുന്നെങ്കിലും സിനിമയിലെ രാജന്റെ ഭാഗങ്ങൾ കയ്യടി നേടിയിരുന്നു. തുടർന്ന് രാജൻ എന്ന കഥാപാത്രത്തെ പശ്ചാത്തലമാക്കി ഒരു സ്പിൻ ഓഫ് സിനിമ വരുമെന്ന് വെട്രിമാരൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ചിത്രമാണ് ചിമ്പുവിനെ നായകനാക്കി വെട്രിമാരൻ ഒരുക്കുന്നതെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചർച്ച. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.